തോൽവി സമ്മതിച്ചു മടങ്ങുമ്പോൾ ഗ്രൗണ്ടിൽ കണ്ടതേയില്ല എന്നായിരുന്നു പരിഹാസം. ഫിഫ ബോയ് എന്നും ഫൗളുകളിൽ കാർഡുകൾ ലഭിക്കാത്തവനെന്നും അവർ വീണ്ടും പരിഹസിച്ചില്ലാതാക്കാൻ നോക്കി. മിശിഹ എവിടെയെന്ന മുറവിളികൾ പല കോണുകളിൽ നിന്നുയർന്നു. അപ്പോഴെല്ലാം അവർ മനഃപൂർവ്വമല്ലാതെ മറന്നൊരു കാര്യമുണ്ട്. നടക്കുവാൻ പോലും കഴിയില്ല എന്ന് വിധിയെഴുതിയ മെഡിക്കൽ സംഘത്തിന്റെ മുൻ ധാരണകളെ തെറ്റിച്ചാണ് അവൻ ഫുട്ബോളിന്റെ പുൽമൈതാനിയിൽ ഇതിഹാസം തീർത്തതെന്ന്. മിയാമിയുടെ ജേഴ്സിയിൽ അത് വീണ്ടും അയാൾ കാണിച്ചു തന്നു. 39 എന്ന പ്രായം വെറും സംഖ്യ മാത്രമാണെന്ന്. 1 ഗോളും 2 അസിസ്റ്റും. കനലിനിയും കെട്ടടങ്ങിയിട്ടില്ല എന്ന് ആ പ്രായം ചെന്ന പോരാളി വീണ്ടും തെളിയിക്കുകയാണ്. വിമർശകർക്ക് ഇനിയും എന്തും അങ്ങനെ ഔചിത്യമില്ലാതെ വിളിച്ചു പറയാം. അപ്പോഴും ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കട്ടെ. പണ്ടേ പറഞ്ഞതാണ്, നിങ്ങൾ ഓരോ നിമിഷവും അയാളെ കൂടുതൽ പ്രകോപിതനാക്കുമ്പോഴും അയാൾ കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഈ ലോകകപ്പിലും 2026 ഫുട്ബോൾ കാലം ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിയത് അയാളെ തന്നെയായിരുന്നു. എന്താണതിന് കാരണം? മറ്റൊന്നും കൊണ്ടും അയാളെ തോൽപ്പിക്കാനാകില്ല എന്ന് ശത്രുക്കൾ പണ്ടേ തിരിച്ചറിഞ്ഞിരുന്നു. പുതിയ അളവുകോൽ തിരഞ്ഞ് ആ ശത്രുക്കൾ ഇനിയും പായട്ടെ. പക്ഷെ അപ്പോഴും ഫുട്ബോളിൽ വിസ്മയം തീർത്ത് അയാൾ അവിടെ തന്നെയുണ്ടാകും. ഇത്രമാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട ലയണൽ ആൻഡ്രേസ് മെസ്സി, ഫുട്ബോൾ എന്ന വികാരം പോലും നിങ്ങളിലേക്ക് പണ്ടേ ചുരുങ്ങിയതാണ്. എന്നിട്ടും വിമർശകർ നിന്റെ തോൽവി തേടി പിന്നാലെ പായുന്നുണ്ട്. ഈ പ്രായത്തിലും ഇനി ഒന്നും നടക്കില്ല എന്നറിഞ്ഞിട്ടും അവർ വിദ്വേഷത്താൽ പിന്നാലെ എത്തുന്നത് സത്യത്തെ മറയ്ക്കാനാണ്. വീണു പോയിടത്തു നിന്നും ഉയർത്തെഴുന്നേറ്റവന്, എല്ലാം നേടിക്കഴിഞ്ഞവന് ഇനി എന്ത് തെളിയിക്കാനാണ്? വിമർശനങ്ങൾ തുടരട്ടെ. ഇനിയും രാഗിമിനുക്കിയ കൂരമ്പുകളുമായി അവർ പാഞ്ഞടുക്കട്ടെ. അവർ അത് തുടരുമ്പോഴും കാലുകളിൽ വിസ്മയം തീർത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിയോ അങ്ങ് വീണ്ടും തുടരുക, ഫുട്ബോൾ ലോകത്തെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്.